എന്റെ ഉദ്ദേശത്തിൽ പ്രഭാസ് കുറച്ചും കൂടെ സീരിയസ് വേണമായിരുന്നു അതിനകത്ത്. അപ്പൊ ഒന്നും കൂടെ ഇത് വന്നാനെ, എഫക്ട് വന്നാനെ. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു, അതിനകത്ത് സൂപ്പർ ആയിരുന്നു. അവര് പുരാണം കാണിച്ചതും മറ്റേ ലാസ്റ്റ് VFX ഒക്കെ സൂപ്പർ ആയിരുന്നു. കാണിച്ചില്ലായിരുന്നു കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്. കർണനെ കാണിച്ചായിരുന്നു. പിന്നെ നമ്മളെ ദ്രോണാചാര്യനെ കാണിച്ചായിരുന്നു. ദ്രോണാചാര്യ ഇപ്പൊ കാണിച്ച് ദ്രോണാചാര്യ ഇല്ലായിരുന്നു, ഭീഷ്മ പിതാമയായിരുന്നു. ഭീഷ്മനെ കാണിച്ചില്ലല്ലോ. ഈ പുള്ളിക്കാരന്റെ പേരെന്തായിരുന്നു? അമിതാഭ് ബച്ചന്റെ അതിനകത്ത് ഘടോത്കച അല്ലല്ലോ. ഘടോത്കച അത് മഹാഭാരതത്തിന്റെ ലാസ്റ്റിൽ നടന്നതാണല്ലോ, എല്ലാരെയും കൊന്നത്. അത് മഹാഭാരതത്തിൽ അത്ര ഹൈലൈറ്റ് ചെയ്ത് പറയൂല. എന്ത് പറയൂല? പാണ്ഡവസിനെ കൊച്ചുങ്ങളെല്ലാരും കൊന്നതേ അശ്വത്ഥാമ. കൊച്ചുങ്ങളെല്ലാരും കഴുത്തറുത്ത് വന്നത്. അത് നമ്മൾ അധികമായിട്ട് പുരാണം വായിക്കാത്തതുകൊണ്ടാണ്. അല്ല, ഞങ്ങൾക്ക് പഠിക്കാനുള്ളപ്പോഴും ഈ ലൈൻ ലാസ്റ്റ് ചാപ്റ്ററിൽ കുറച്ചേ ഉള്ളായിരുന്നുള്ളൂ. ലാസ്റ്റ് ചാപ്റ്ററിലായിരുന്നു അത്. മഹാഭാരത യുദ്ധം കഴിയുമ്പോഴേ നമുക്ക് എല്ലാവർക്കും ഒരു തണുത്ത ഒരു ഇത് വരും. പിന്നെ ബാക്കി നടന്നതൊന്നും അറിയൂല. ബൽബറിക്കിനെ കുറിച്ച് അറിയോ? ഘടോത്കചന്റെ മകനാണ് ബൽബറിക്ക്. 3 അമ്പില് യുദ്ധം തീർക്കാൻ കെൽപ്പുള്ള ആളായിരുന്നു ബൽബറിക്ക്. അപ്പൊ ഫസ്റ്റിൽ എന്താ തീർക്കാൻ? ബൽബറിക്ക് ഒരു ഗുരുവിന് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, സത്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് എപ്പോഴും താൻ വീക്കായിട്ടുള്ള ഭാഗത്തെ യുദ്ധം ചെയ്യുള്ളൂ. ആരുടെയാണ് പവർ കുറവ് അവരുടെ സൈഡിൽ നിൽക്കുള്ളൂ. അപ്പൊ ആരുടെ സൈഡിൽ? കൃഷ്ണൻ ഈ പുള്ളിക്കാരന് ടെസ്റ്റ് വയ്ക്കും. കൃഷ്ണൻ പണ്ടൊരു ഗുരുദക്ഷിണ വാങ്ങിക്കാന്ന് പറഞ്ഞ ഒരു ഇത് ബൽബറിക്കിന്റെ ഒരു സത്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ബൽബറിക്കിന്റെ അടുത്ത് ആരുടെ സൈഡിൽ നിന്ന് യുദ്ധം ചെയ്യുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പാണ്ഡവരുടെ സൈഡിൽ നിന്ന് യുദ്ധം ചെയ്യും. കാരണം കൗരവർക്കാണ് അംഗസംഖ്യയിൽ കൂടുതൽ. കൗരവ പിന്നെ കൃഷ്ണനും അവരുടെ സൈഡായിരുന്നു. ആരുടെ സംഖ്യയില്? കൗരവർ സൈഡില് കൃഷ്ണൻ, പാണ്ഡവർ സൈഡിലാണ് കൃഷ്ണൻ. പഞ്ചപാണ്ഡവര്. കൗരവര് 101 പേര് അവരാണ് കൗരവർ. ധൃതരാഷ്ട്ര മക്കളാണ് കൗരവർ. അപ്പൊ അവരെയാണ് അംഗസംഖ്യയിൽ കൂടുതൽ. അപ്പൊ അവരുടെ സൈഡിൽ നിന്ന് യുദ്ധം ചെയ്യൂല, പാണ്ഡവർ സൈഡിൽ നിന്ന് യുദ്ധം ചെയ്യുള്ളൂ. പുള്ളിക്കാരന്റെ 3 അമ്പിന്റെ ഇതെന്ന് വെച്ചാൽ ആദ്യത്തെ അമ്പ് ചെന്ന് എല്ലാരെയും മാർക്ക് ചെയ്യും. തന്റെ ദൃഷ്ടി ചെന്ന് തട്ടണത്ത് എല്ലായിടത്തും പുള്ളിക്കാരന്റെ അമ്പ് ചെന്ന് മാർക്ക് ചെയ്യും. 1ാമത്തെ അമ്പ്. 2ാമത്തെ അമ്പ് ഇവരെല്ലാം കൊല്ലും. 3ാമത്തെ അമ്പിന്റെ യൂസ് ചെയ്യേണ്ടി വരൂല എന്നാണ് പറഞ്ഞേക്കുന്നത്. 3ാമത്തെ ഇല്ല ആരെ ക്ലീൻ ചെയ്ത് തുറപ്പേ 3ാമത്തെ യൂസേ വരൂല എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ 3 അമ്പുണ്ട്, പക്ഷെ 2 അമ്പിന്റെ യൂസേ ഉള്ളൂ. അപ്പം കൃഷ്ണൻ പുള്ളിക്കാരനെ വിളിച്ചോണ്ട് വന്ന് ഒരു ആൽമരത്തിൽ. പുതിയ വണ്ടിയിലോ ഡിഫൻഡർ പോലത്തെ പുതിയ കോപ്പി ഇറങ്ങിയല്ലോ, GWM. കൃഷ്ണൻ പുള്ളിക്കാരനെ വിളിച്ചോണ്ട് ആൽമരത്തിന്റെ മൂട്ടി പോയിട്ട് ഇതിനെല്ലാത്തിനും നോക്കി വെച്ചേക്കാൻ പറയും. അങ്ങനെ പുള്ളിക്കാരൻ ആദ്യത്തെ അമ്പിട്ട് മാർക്ക് ചെയ്യും. അപ്പൊ എന്നിട്ട് പുള്ളിക്കാരന്റെ ശ്രദ്ധ മാറ്റുമ്പോഴത്തേക്കും ഒരു ഇല പറിച്ച് കാലിന്റെ കീഴിൽ വെക്കും. ഒരു ആലിന്റെ ഇല പറിച്ച് കാലിന്റെ കീഴിൽ വെക്കും. 2ാമത്തെ അമ്പ് ഇതെല്ലാത്തിനും തുളച്ച് കറക്റ്റ് വന്ന് പിന്നെ കൃഷ്ണന്റെ കാലിൽ നിന്ന് തുളയ്ക്കും. അപ്പൊ കൃഷ്ണൻ മനസ്സിലാവും ആരും രക്ഷപ്പെടൂല. അപ്പൊ ആര് സൈഡിൽ യുദ്ധം ചെയ്യും? പാണ്ഡവർ സൈഡിൽ നിന്ന്. അപ്പൊ പുള്ളിക്കാരൻ ഒരു ദിവസം പാണ്ഡവർ സൈഡിൽ നിന്ന് യുദ്ധം ചെയ്ത എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു മണിക്കൂറിൽ പാണ്ഡവർ സൈഡിൽ യുദ്ധം ചെയ്ത കൗരവരിൽ വലിയൊരു ഭാഗം നശിക്കും. അപ്പൊ കൗരവരെ സംഘം കുറഞ്ഞില്ലേ? അപ്പൊ കൗരവരുടെ സൈഡിൽ പോകും. കൗരവരുടെ സൈഡിൽ പോയിട്ട് പാണ്ഡവർക്കെതിരെ യുദ്ധം ചെയ്യും. ഇപ്പൊ ഇവിടെ കുറയുമ്പോ പിന്നെ ഇവിടെ തിരിച്ചു വരും. അത് അങ്ങനെയുള്ളത് ഒരു വല്ലാത്തൊരു നാശത്തിലോട്ട് നയിക്കും എന്നുള്ളതുകൊണ്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് ഗുരുദക്ഷിണയായിട്ട് കൃഷ്ണൻ ചോദിക്കുന്നത് തല ചോദിക്കും. പുള്ളിക്കാരന്റെ തല ചോദിക്കും. കൊല്ലൂല, നിനക്ക് ജീവൻ ഞാൻ തരുമെന്ന് പറഞ്ഞ് പുള്ളിക്കാരനെ ഒരു ക്രോസിൽ നിർത്തി തല വെട്ടി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ യുദ്ധം കാണണമെന്ന് പറയും. അവിടുത്തെ ഏറ്റവും വലിയ മലയുടെ മണ്ടയിൽ പോയിട്ട് ക്രോസിൽ ഒരു കമ്പ് കെട്ടി അതിൽ പുള്ളിക്കാരന്റെ തല വെച്ച് അവിടെ ഇരുന്ന് യുദ്ധം കാണാനുള്ള വരം കൊടുക്കും. അപ്പൊ തലയ്ക്ക് ജീവമുണ്ട്. പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് കാണുകയും ചെയ്യും. കാരണം പുള്ളിക്കാരൻ അനങ്ങാൻ പറ്റുന്ന സമയത്തോളം പുള്ളിക്കാരൻ യുദ്ധം ചെയ്യും. എന്ന് പറഞ്ഞാൽ തന്റെ ധർമ്മമാണ് യുദ്ധം ചെയ്യുക. അതുകൊണ്ട് യുദ്ധം ചെയ്യും. അതുകൊണ്ട് തല വെട്ടി വയ്ക്കും. എന്നിട്ട് യുദ്ധം അവസാനം വരെ കണ്ടിട്ട് പുള്ളിക്കാരൻ ജീവനോട് ഇരുന്ന് ഫുള്ള് കണ്ടവര് മറ്റേ ധൃതരാഷ്ട്രന്റെ പവർ കിട്ടുമല്ലോ. പുള്ളിക്കാരന്റെ ഒരു തേരാളിയുണ്ട്. പുള്ളിക്കാരനാണ് ഇത് ഫുള്ളായിട്ട് കാണുന്നത്. ഭീഷ്മ പിതാവിനാണല്ലോ പുള്ളിക്കാരന്റെ തേരാളി. ധൃതരാഷ്ട്രന്റെ തേര് നയിക്കുന്ന ആള്. പുള്ളിക്കാരന്റെ സഞ്ജയ്
സാരഥി സഞ്ജയനാണ് ഇത് കാണുന്നത്. പുള്ളിക്കാരന് മറ്റേ ദിവ്യശക്തി കൊടുക്കും കണ്ണിന്. പിന്നെ ഫുള്ള് കാണുന്നത് കൃഷ്ണൻ. പിന്നെ മൂന്നാമത് ബാർബറിക്കാണ് ഫുള്ള് കാണുന്നത്. മേളിൽ നിന്ന് ഫുള്ള് കാണാം. അവിടെ നടന്ന തെറ്റുകളും അനീതികളും കള്ളത്തരങ്ങളും എല്ലാം കാണാം. അപ്പം എന്നിട്ട് പുള്ളിക്കാരൻ സന്യാസത്തിന് പോകും. കൃഷ്ണ യുദ്ധം കഴിഞ്ഞിട്ട് പുള്ളിക്കാരന് ജീവൻ കൊടുക്കും. എന്നിട്ട് ശരീരം കിട്ടൂലേ? ശരീരം കിട്ടും. പുള്ളിക്കാരൻ സന്യാസത്തിന് പോകും. കൊല്ലൂല. ആ യുദ്ധത്തിൽ പാർട്ട് എടുക്കാതിരിക്കാൻ വേണ്ടി വിഡ്രോ ചെയ്ത് അത്രേ ഉള്ളൂ. നൈസ്. ഇത് നിങ്ങൾക്ക് ഒരു പുതിയ അറിവായിരിക്കും. സോ पैकेज रहता है उनका 25 लाख 30 लाख का। अच्छा, बहुत सस्ता है। अपना जो है केरला के हैं, कासरकोट साइड के हैं, नासिर भाई पान मिडिल्स वाले। पान मिडिल्स, हाँ, वो बहुत बड़ी पार्टी है उन लोग। अच्छा, हाँ, शेख मोहम्मद का उनका जो पार्टी वो है, उनका पीए भी है वो एक आदमी। പോലീസ് കണ്ടോടാ? ഇല്ല. ഇതാണ് പോലീസ്. അവിടെ ക്യാമറ വെച്ചോ. കണ്ടാ പോലീസ്? ഈ ഗവൺമെന്റ് വണ്ടിയാ? അല്ലടാ, അത് സൈഡിൽ കിടക്കുന്നു. ഓക്കേ ഓക്കേ ഓക്കേ. ആ കണ്ടു പോലീസ്. ക്യാമറ ഉണ്ടോ? ക്യാമറ ഫുൾ ക്യാമറ ആണ്. ബാക്ക് ഫ്രണ്ട് എല്ലാം ക്യാമറ. നമ്മളെവിടെ ഉണ്ടല്ലോ. അവരുള്ള സ്ഥലത്തിനെ നന്നായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. മരുഭൂമിയാണെങ്കിൽ അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണതിന്. നല്ല പച്ചപ്പുള്ള സ്ഥലമാക്കി മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മളവിടെ പച്ചപ്പ് കണ്ട് അപ്പോൾ വെട്ടിക്കളയും.